കാസർഗോഡുള്ള ഒരു അച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ചു. അത് എന്താ പറയുക, ഒരു വീടാക്കി മാറ്റി. അങ്ങനെ കുറേ കഴിയുമ്പോൾ കുട്ടിക്ക്, അതായത് പെൺകുട്ടിക്ക് കല്യാണപ്രായമാകുന്നു. അന്നേരം അച്ഛനമ്മയ്ക്കും കുറച്ച് പ്രായക്കായി. ആ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വീട് പണയം വയ്ക്കുന്നു. ഏകദേശം 16 ലക്ഷം രൂപയോളം. അവസാനം ഈ വീട് ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയാവുന്നു. അങ്ങനെ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നിയ ഘട്ടത്തിൽ അച്ഛനമ്മയും മകളോട് കാര്യം പറയുന്നു. രക്ഷിക്കണം, ഒരു വഴിയില്ല, നിന്നെ കെട്ടിക്കാൻ വേണ്ടി എടുത്ത കടമാണ്, എന്തെങ്കിലും ചെയ്ത് വീട്ടണം, ഇല്ലെങ്കിൽ ജപ്തി ചെയ്തു പോവും, പെരുവഴിയിലാവും. മകൾക്ക് ജോലിയൊക്കെ ഉണ്ടേ, അതും സർക്കാർ ജോലിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. മകളത് ചെവി കൊണ്ടില്ല. അച്ഛനമ്മയും തെരുവിലോട്ട് ഇറങ്ങേണ്ടി വന്നു. വളരെ സങ്കടത്തോടു കൂടി കേൾക്കുന്ന ഒരു വിഷയമാണിതൊക്കെ. രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ട്രസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ ഒരുപാട് ഇതുപോലത്തെ പരാതികൾ വരാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് സങ്കടത്തോടു കൂടി നമ്മളെ സമീപിക്കാറുണ്ട്. അവരുടെ എല്ലാം പ്രശ്നം മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മകളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതാണ്. മകൾ കല്യാണം കഴിച്ച് പോയി അവൾ അവളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകും. അവരൊരിക്കലും ഒരു തിരിച്ചടവിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അച്ഛനമ്മയും തെരുവിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി യാതൊരു പ്രയത്നം നടക്കുന്നില്ല, അല്ലെങ്കിൽ നടത്തുന്നില്ല. അങ്ങനെയുള്ള പരാതികളാണ് നമുക്ക് വന്നിട്ടുള്ളതൊക്കെ. എനിക്കിവിടുത്തെ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുക. നിങ്ങളോട് കഴിയുന്ന പോലെ, കഴിയാത്തതിൽ കയറി നിങ്ങൾ ഒരിക്കലും കൈവയ്ക്കരുത്. നിങ്ങളെ കുട്ടിക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടി സർക്കാർ തലത്തിൽ തന്നെ പഠിച്ച് അവൾ മുന്നേറിക്കോളും, അല്ലെങ്കിൽ അവൻ മുന്നേറിക്കോളും. നമ്മൾ ഒരുപാട് എന്താ പറയുക, പ്രതീക്ഷയുമായിട്ട് മക്കളെയൊക്കെ ഇതുപോലെ കടമൊക്കെ എടുത്തിട്ട് പഠിപ്പിക്കും. അവരവരുടെ പാട് നോക്കി പോകും. കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ ആർഭാടങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ കൊണ്ട് കൊക്കിൽ ഒതുങ്ങാവുന്നത് നിങ്ങൾ കുത്തുക. മറ്റുള്ളവൻ്റെ മക്കൾ ഇന്നത് പഠിക്കേണ്ടത്, അതുകൊണ്ട് എൻ്റെ മക്കൾ ഇന്നെ പഠിക്കണമെന്ന് കരുതിക്കൊണ്ട് കയ്യിലെ സമ്പാദ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവനവന് കിടന്നിറങ്ങാനുള്ള കൂര നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരരുത്. കാരണം നിങ്ങളെപ്പോലെ കണ്ണുചോരയുള്ളവരല്ല നിങ്ങൾ ലോൺ എടുത്ത ബാങ്കുകാർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് പണം തന്നെ വേണം. ആ പണം ഈ മക്കളോട് പോയി ചോദിച്ചാൽ മക്കൾ കൈമലർത്തും, ഈ മകൾ കൈമലർത്തിയ പോലെ. അപ്പോൾ കല്യാണം കഴിക്കാനായാലും ശരി, വിദ്യാഭ്യാസം, വലിയ വലിയ വിദ്യാഭ്യാസം നേടാനായാലും ശരി, അവനവനെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം അത് കൈവയ്ക്കുക. ഇല്ലെങ്കിൽ കടപ്പാടം പോലും നഷ്ടമാവും. ഈ കടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് നേടിക്കൊടുത്ത വിദ്യാഭ്യാസം നിങ്ങളെ തുണയ്ക്കുമെങ്കിൽ അതൊക്കെ. പക്ഷെ പലതും തുണയ്ക്കാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മകൾ ചിന്തിക്കില്ലേ, സ്വന്തം ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എൻ്റെ അച്ഛനമ്മ ഉണ്ടാക്കിയൊരു കടമാണ്, ഒന്നില്ലെങ്കിൽ ഞാൻ അവരെ വാടക വീട്ടിലെങ്കിലും കൊണ്ടുപോയി പാർപ്പിക്കണം എന്നൊരു മകൾക്ക് തോന്നണ്ടേ? ഇത് വീട് ജപ്തിയായി പോയി പെരുവഴിയിലായിട്ട് പോലും അത് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അച്ഛനമ്മയും സുഖമായിട്ട് കടന്നുറങ്ങേണ്ട വീട്ടിൽ നിന്നാണ് പെരുവഴിയിലോട്ട് പോയത്. അത് ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ഈ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഭാര്യയ്ക്ക് ഒരു സ്ത്രീധനം ഈ കാലത്ത് കൊടുക്കണ്ട. പണ്ടൊക്കെ വേണമായിരുന്നു തോന്നുന്നു എനിക്ക്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ മകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, കല്യാണ പ്രായം ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ വന്നോളും. മനസ്സിലായില്ലേ? ഇപ്പോൾ പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ് നാട്ടിൽ. അപ്പോൾ നിങ്ങൾ വാരിക്കോരി കൊടുക്കൊന്നും വേണ്ട. എൻ്റെ അടുത്തുള്ള സമ്പാദ്യം ഞാൻ മരണം വരെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എൻ്റെ മരണശേഷം അത് നിങ്ങൾക്ക് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരുടെ ജീവിതത്തിലോട്ട് വിടുക. കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കനോടും വ്യക്തമായിട്ട് പറയാം, ഞങ്ങളെ കണ്ടുകൊണ്ട് കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം നീ എൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അവസാനം നിങ്ങൾക്ക് ഈ വീട് പോലും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. പെരുവഴിയിലോട്ട് പോകേണ്ട സമയം വരികയാണ്. അന്നേരം നിങ്ങളെ മകളെ അല്ലെങ്കിൽ നിങ്ങളെ മകനെ വിളിക്കുമ്പോൾ അവൻ അവൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ അവൾ അവൻ്റെ ഭർത്താവിനോടോ ചോദിച്ചാൽ അവരുടെ സമ്മതപ്രകാരം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വക ആഡംബരമൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ സമ്പാദ്യങ്ങൾ, വയസ്സാം കാലത്ത് 10 രൂപ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരാൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാണ്ടാവില്ല. അല്ലെങ്കിൽ അത്രത്തോളം സന്മനസ്സുള്ള മക്കളായിരിക്കണം. അതൊന്നും ഈ കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ 1-2 ഉണ്ട്. അപ്പോൾ ഒരിക്കലും കയ്യിലെ സമ്പാദ്യം വിട്ട് കളയരുത്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം മക്കളായി പോലും ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം അവരോട് പറയാം, നിങ്ങൾ അധ്വാനിക്ക്. എൻ്റെ അച്ഛനമ്മയല്ല എനിക്ക് ഉണ്ടായി തന്നിട്ടുള്ളത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുപോലെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കൂ. നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം തന്നില്ലേ, നിങ്ങൾ ഇതുവരെ തീറ്റി പോയിട്ടില്ലേ, ഇതൊക്കെ ഒരു അച്ഛന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തുറന്നു പറയുക. വേണമെങ്കിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് വേണം ഒരു അന്വേഷണ കാര്യങ്ങൾ നടത്തി, ചക്കന് വലിയ കുഴപ്പമൊന്നുമില്ല,
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഈ വീട് പണയം വെച്ചുകൊണ്ട് 10-16 ലക്ഷം രൂപ മുടക്കിയിട്ടൊന്നും ഒരു മക്കളെയും കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മകളെ കല്യാണം കഴിച്ച് അയക്കാൻ വേണ്ടി ആ ചക്കൻ്റെ കഴുത്തിലുള്ള ഒരു മാല അത് നിങ്ങളെ ഭാഗം കൊടുത്തേക്ക്, അവനൊരു താലി ഇങ്ങോട്ടും കെട്ടിക്കോളും, കഴിഞ്ഞു. പിന്നെ നാട്ടുകാർക്ക് ചിലവിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ, അങ്ങനെ മൊത്തത്തിൽ 1-2 ലക്ഷം രൂപ കൊണ്ട് തീർക്കാവുന്ന കല്യാണമാണ്. 16, 17, 20 ലക്ഷത്തിനൊക്കെ വേണ്ടി നിങ്ങൾ എന്താ പറയുക ലോൺ എടുത്തുകൊണ്ട് ചിലവാക്കി ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ആ തെറ്റിന് ഉത്തരവാദി. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ. എന്ത് ചെയ്യാൻ പറ്റും, നോക്കാം. എന്തൊരു വിദ്യയാണല്ലേ.